ഹായ് മക്കളെ, നമ്മളെ ജെഇ മെയിൻസ് എക്സാം ഇനി ഒരു മാസത്തോളേ നമുക്കുള്ളൂ പഠിക്കാനായിട്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി നല്ല ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് കോർഡിനേഷൻ കെമിസ്ട്രി, മറ്റൊന്ന് കെമിക്കൽ ബോണ്ടിങ്. നിങ്ങൾ ഏത് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല പോലെ ചോദിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഈ കോർഡിനേഷൻ കെമിസ്ട്രിയും അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങും. പിന്നെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളതാണെന്ത് ഈ രണ്ട് ടോപ്പിക്കുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണെന്ത് കോർഡിനേഷൻ കെമിസ്ട്രി. ഈ കോർഡിനേഷൻ കെമിസ്ട്രീൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടക്കുമ്പം അതിന് എല്ലാ ഭാഗവും അവരെന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതിൽ നോമൻക്ലേച്ചർ എന്നുള്ളൊരു ഭാഗമുണ്ട്. അതൊന്നും കുറേ തവണ അവർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും വരുന്നൊരു ഭാഗമാണെന്ത്, രണ്ട് തിയറി ഉണ്ട്, 3 തിയറി നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. വേർണേഴ്സ് തിയറി, VBT ആൻഡ് CFT. പക്ഷേ ആ രണ്ട് തിയറിയിൽ നിന്ന്, അതായത് VBT എന്നുള്ള തിയറിയിൽ നിന്നും CFT എന്നുള്ള തിയറിയിൽ നിന്നും നല്ലപോലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ട് അതേ പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അത് പഠിച്ചാൽ എന്തായാലും നമുക്ക് 1-2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജെഇ മെയിൻസ് 2024 ചോദിച്ച ചോദ്യമാണ്. അതായത് കുറച്ച് കോംപ്ലക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദ്യം. അതായത് ഇത് ഏത് തിയറിയാ, വാലൻസ് ബോണ്ട് തിയറിയാ. ഇതേപോലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല. അതിനൊരു എക്സാമ്പിളാണ് ഈ ജെഇ മെയിൻസ് 2024 ചോദിച്ച ഈ ചോദ്യം. അപ്പോൾ അത് വാലൻസ് ബോണ്ട് തിയറി പഠിക്കണം. ആ വാലൻസ് ബോണ്ട് തിയറി പഠിച്ചാലേ ഒരു കോംപ്ലക്സ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റുള്ളൂ. അതേ ഫേസ് എക്സാമിന് തന്നെ കോംപ്ലക്സിൻ്റെ മാറ്റിയിട്ട് ഇതേപോലത്തെ ഹൈബ്രിഡൈസേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. അടുത്ത് നോക്കിക്കേ, കോംപ്ലക്സ് തന്നു, എന്നിട്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. മക്കളെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ആ കോംപ്ലക്സിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺ നമ്പർ പറയാൻ പറ്റണം. ആ അൺപെയർഡ് ഇലക്ട്രോണിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ അത് CFT വെച്ചിട്ടോ അല്ലെങ്കിൽ VBT വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദ്യം എന്താ, T2G ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറാണ് ചോദ്യം. അത് എളുപ്പം. അപ്പോൾ T2Gയിലുള്ള EGയിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. അപ്പോൾ ഒരാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ CFT വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, CFT വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, T2Gയിലുള്ള നമ്പറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ബേസിക് തിയറി എന്താ, ഒന്ന് VBT, മറ്റൊന്ന് ഏതാ, CFT. അപ്പോൾ ഈ ഭാഗത്ത് നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. വേറെ കണ്ടില്ലേ ക്വസ്റ്റ്യൻ, ഇതും ജെഇ മെയിൻസ് 2024 ചോദിച്ച ചോദ്യമാണ്. കോംപ്ലക്സ് തന്നിട്ടുണ്ട്, കോൺഫിഗറേഷനാണ് ചോദ്യം. അപ്പോൾ ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തിയറി അറിയണം, CFT എന്നുള്ള തിയറി എന്ത് ചെയ്യണം, അറിയണം. അത് അറിയാണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കിക്കേ, അതായത് കുറേ കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് നമ്പർ അല്ലെങ്കിൽ എനർജി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ അറിയണം, ആ CFSE ഗ്യാപ്പ് അറിയണം. CFSE ഗ്യാപ്പ് കൂടുതലാവുമ്പോഴാണ് എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യുക എന്നുള്ള പോയിന്റ് അറിയണം. അതൊക്കെ ഏത് തിയറി വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുക, CFT എന്നുള്ള തിയറി വെച്ചിട്ടാണ്. അപ്പോൾ CFTയിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻ ഇപ്പം റിപ്പീറ്റ് ചെയ്തു, കുറേ തവണ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ പാറ്റേണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി 2023 എടുത്തോട്ടെ, 2022 എടുത്തോ, ഈ CFT ആൻഡ് VBT നല്ല പോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത് നോക്കിക്കേ, ഇതും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 കോംപ്ലക്സ് തന്നിട്ടുണ്ട്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇത് ചോദ്യം ഏത് ടോപ്പിക്കുന്ന, VBT ടോപ്പിക്കുന്ന. ഇതും ഏത് ഇയറാന്ന് നോക്കിക്കേ, ജെഇ മെയിൻസ് 2024. അതായത് ഡേറ്റ് 1 ഫെബ്രുവരിയിലാണ്, മറ്റേത് ഏതാ 6 ഏപ്രിലാണ്. എന്നാലും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, VBT എന്നും CFT എന്നും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് പോകരുത്. വീണ്ടും ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് തിയറി അറിയണം, VBT. അല്ലെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാലും മതി, CFT വെച്ചിട്ടും ഇതെന്ത് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ജെഇ മെയിൻസ് 2024 ചോദിച്ച ചോദ്യം. അപ്പം കോർഡിനേഷൻ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കാണ് എന്ത്, CFT, VBT. ആ CFTയും VBTയും റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. CFTന്ന് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഒന്ന് കോൺഫിഗറേഷൻ പറയും, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ പറയും, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് പറയാൻ പറ്റും. പിന്നെ അവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയുടെ ഓർഡർ അല്ലെങ്കിൽ എനർജിയുടെ ഓർഡർ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ, ആ ചോദ്യങ്ങളെല്ലാം ഏത് ടോപ്പിക്കാണ്, CFT എന്നാണ്. അതുകൊണ്ട്
ആ ടോപ്പിക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മക്കൾ എന്തെങ്കിലും പഠിക്കണം. എക്സ്ട്രാ കുറേ കാര്യങ്ങൾ പഠിക്കൊന്നും വേണ്ട. ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് എന്ത്, അടുത്ത ചാപ്റ്റർ ആണെന്ത്, കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് ഇതേപോലെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ചോദിക്കുന്ന പോലെ ഒരു പാറ്റേൺ ഉണ്ട് അവർക്ക്. പുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും MOT എന്നുള്ള തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അതേപോലെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിക്കുന്ന VBT എന്നുള്ള തിയറി എവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കെമിക്കൽ ബോണ്ടിങ്ങിലും പഠിക്കാനുണ്ട്. അവിടുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരേ പാറ്റേണിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നോക്കിക്കേ, JEE Mains 2024 ഓൺലൈൻ 6th April മോർണിംഗ് ഷിഫ്റ്റിന് വന്ന ചോദ്യം എന്താ, കുറേ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈബ്രിഡൈസേഷനുമായിട്ട് മാച്ച് ചെയ്യണം. ഏത് തിയറിയാണ്, VBT, വാലൻസ് ബോണ്ട് തിയറിയാണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബോണ്ട് ഓർഡർ ആണ്. ബോണ്ട് ഓർഡർ നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക, MOT എന്നുള്ള തിയറി വെച്ചിട്ടല്ലേ. MOTയിൽ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ MOT വെച്ചിട്ട് കണ്ടില്ലേ, ചോദ്യം എന്താ, ബോണ്ട് ഓർഡർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, വീണ്ടും ബോണ്ട് ഓർഡറാണ് ചോദിക്കുന്നത്. അത് ഏതാ, JEE Mains 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പം MOT എന്ന് പൊതുവെ വരുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ MOT ഡയഗ്രാം വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോണ്ട് ഓർഡർ വെച്ചിട്ട് ചോദ്യം വരാറുണ്ട്. പിന്നെന്താ, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, അതായത് MOT വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റണം, ഒരു കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് പറയാൻ പറ്റണം. പിന്നെ എന്ത്, ബോണ്ട് ഓർഡർ, അതായത് ഒരു N2, N2+, N2- എന്നുള്ള 3 സ്പീഷീസ് തരും. എന്നിട്ട് അതിൻ്റെ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ ചോദിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചാൽ മതി. ബോണ്ട് ഓർഡറിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ ആണ് എന്ത്, ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ നമുക്കറിയാം. അപ്പോൾ ബോണ്ട് ലെങ്ത് ആയിക്കോട്ടെ, ബോണ്ട് എൻതാൽപ്പി ആയിക്കോട്ടെ, ബോണ്ട് ഓർഡർ ആയിക്കോട്ടെ, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഓർഡർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തിയറി അറിയേണ്ടി വരും, MOT അറിയേണ്ടി വരും. അതുകൊണ്ട് MOT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ലപോലെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ഷേപ്പും ജോമെട്രിയും. അപ്പോൾ ഷേപ്പും ജോമെട്രി അറിയണമെന്നുണ്ടെങ്കിൽ VSEPR എന്നുള്ള തിയറി അറിയേണ്ടി വരും, VSEPR. അപ്പോൾ കെമിക്കൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട 3 തിയറി ഏതാ, ഒന്ന് VSEPR ഉണ്ട്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. മറ്റൊന്ന് VBT, അത് വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ ചോദിക്കുക. ഏതെങ്കിലും കോമ്പൗണ്ട് നിങ്ങളെ കയ്യിൽ തരും, എന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് കൺസെപ്റ്റ് അറിയണം, VBT എന്നുള്ള തിയറി അറിയണം. പിന്നെ ഞാൻ പറഞ്ഞു എന്ത്, MOT. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക, കെമിക്കൽ ബോണ്ടിങ് എന്ന് ചോദിക്കാറുള്ളത്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ് ഈ ഓരോരോ ക്വസ്റ്റ്യനിലായിട്ട് വന്നിട്ടുള്ളത്. നോക്കിക്കേ, ഓരോരോ മോളിക്യൂൾസ് തന്നു, അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഏത് തിയറി അറിയണം, VSEPR എന്നുള്ള തിയറി അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇതല്ലാണ്ട് വരുന്നൊരു ടോപ്പിക്കാണ് എന്ത്, ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് നല്ലപോലെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബോണ്ട് പാരാമീറ്റേഴ്സ്, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ 2 ടോപ്പിക്കാണ്. ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്യരുത് ആ ടോപ്പിക്ക്. വീണ്ടും പോയിട്ട് പഠിക്കണം. കാരണം പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കായി 2 ടോപ്പിക്ക്. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരില്ല, പക്ഷേ കൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രിയും കെമിക്കൽ ബോണ്ടിങ്ങും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ ടോപ്പിക്ക് നല്ലപോലെ പഠിക്കണം. ആ ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും മക്കൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അത് നല്ലപോലെ പഠിക്കുക. ഇനി ചില ടോപ്പിക്ക് ഉണ്ടാവും എത്ര പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ ആ ടോപ്പിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തോ, ഒന്ന് മാറ്റി പിടിച്ചോ. ഓക്കെ, ഇനി അങ്ങോട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ലാസ്റ്റിലോട്ടുള്ള പഠനം എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക, ടൈം വേസ്റ്റ് ചെയ്യരുത്, മാക്സിമം നല്ലപോലെ സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.